ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബ്രെഡും ചിക്കനും ഉപയോഗിച്ച് ഒരു അടിപൊളി സ്നാക്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിലോട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ചിക്കൻ്റെ ക്യൂബ്, അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ സോയാ സോസ്. ഈ ഐറ്റംസിനൊക്കെ സോയാ സോസ് അത്യാവശ്യമാണ്. ചിക്കൻ ക്യൂബ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം നമ്മൾ ചിക്കൻ ക്യൂബും സോയാ സോസും ചിക്കനും കുരുമുളക് പൊടിയും കൂട്ടിയിട്ട് നന്നായിട്ട് കുഴച്ച് വെക്കുക. നല്ലവണ്ണം കുഴച്ച് വെക്കുക. കുരുമുളക് പൊടി കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. എരിവ് നിങ്ങളുടെ ഇഷ്ടമാണ്. നമ്മൾ വേറെ എരിവ് ചേർക്കാത്തതുകൊണ്ടാണ് കുരുമുളക് പൊടി അത്യാവശ്യത്തിന് ചേർത്തെടുത്തിട്ടുള്ളത്. 1.5 ടീസ്പൂണോളം ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂണ് തൈരാണ് ചേർത്തെടുക്കുന്നത്. അത് നിങ്ങളുടെ പുളിക്കനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇത് കട്ട തൈരാണ്. അപ്പം അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം കൈ ഉപയോഗിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ കാപ്രിക്ക പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണേ. അതില്ലാതെ വെച്ചിട്ടൊരു കുഴപ്പമില്ല. ഇതൊരു അറബിക് സ്റ്റൈലിലുള്ള ഒരു ഡിഷ് ആയതുകൊണ്ടാണ് നമ്മൾ അത് ജസ്റ്റ് ചേർക്കുന്നത്. ചിക്കൻ ക്യൂബൊക്കെ ആ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഇത് രണ്ടും നമുക്ക് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കും ചെയ്യാം. എന്നിട്ട് നല്ലവണ്ണം കുഴച്ചതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെക്കുക. അപ്പോൾ ഒന്ന് നല്ലവണ്ണം പിടിച്ചിട്ട് അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും. അതിന് വേണ്ടിയിട്ടാണ്. ഏറ്റവും നേരത്തെ നമുക്ക് കുഴച്ച് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്ര നേരത്തെ കുഴച്ച് വെക്കുകയാണ് നല്ലത്. ഇനി നമ്മൾ ഇത് നോക്കിയതിന് ശേഷം ഉപ്പില്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. ചിക്കൻ ക്യൂബിൽ ഉപ്പുണ്ടായതുകൊണ്ടാണ് നമ്മൾ കുറേ ടൈം കഴിഞ്ഞിട്ട് കുഴച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്താലും മതി. അതേപോലെ തന്നെ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കുക. പൊരിച്ചെടുത്തതിന് ശേഷം അതേപോലെ ഒന്ന് ചതച്ച് കൊടുക്കണം. അതേപോലെ കാബേജ്, ക്യാരറ്റ് എന്താ നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചാൽ നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഞാൻ കാബേജ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി അതിലോട്ട് കുരുമുളക് പൊടി, പിന്നെ മയോണൈസ്, ചിക്കന്, ഇവ 3 കൂടി ചേർത്തതിന് ശേഷം നല്ലവണ്ണം നമ്മളൊന്ന് കുഴച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബ്രെഡ് ചൂടാക്കിയിട്ട് അതിലോട്ടാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നല്ലവണ്ണം കുഴച്ചതിന് ശേഷം ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. കാബേജിൽ ഉപ്പില്ലാത്തതായതുകൊണ്ട് ഉപ്പ് കുറവ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചിക്കൻ്റെ ക്യൂബിലൊക്കെ ഉപ്പ് ഉണ്ടായതുകൊണ്ട് നമ്മൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.